പുണർന്ന നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവം നോക്കാം. ഇക്കൂട്ടർക്ക് മാതാവിനോട് വളരെ മമത കാണും. പുണർദത്തിൻ്റെ നക്ഷത്രാധിപൻ ഗുരുവാണ്. അതുകൊണ്ട് തന്നെ ഇവർ ബുദ്ധിശാലികളും വിശാല മനസ്കരും സൗമ്യതയും ഉള്ളവരുമായിരിക്കും. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ ആലോചിച്ചു മാത്രമേ അഭിപ്രായം പറയുകയുള്ളൂ. ഓരോ കാര്യത്തിൻ്റെയും നന്മതിന്മകളെ തിരിച്ചറിയാൻ കഴിവുള്ള ഇവർ അന്യോന്യ കാര്യങ്ങളിൽ ഇടപെടാറില്ല. ധാർമ്മികമായും മതപരമായും ഉള്ള കാര്യങ്ങളിൽ താല്പര്യം കാണിക്കും. ബാല്യകാലത്തിൽ ക്ലേശം അനുഭവിക്കുമെങ്കിലും ഭാവിയിൽ ഇവർ ഉന്നതിയിലെത്തും. അധ്യാപക വൃത്തിയിൽ ഇവർ ശോഭിക്കാറുണ്ട്. പുണർദ നക്ഷത്രം മിഥുനക്കൂറുകാരും കർക്കിടക്കൂറുകാരും വ്യത്യസ്ത സ്വഭാവത്തിനുടമകളായിരിക്കും. കർക്കിടത്തിൽ ജനിച്ചവർ സരള സ്വഭാവക്കാരായിരിക്കും. മാതൃ സ്വഭാവവും കൽപ്പന സ്വഭാവവും ഇവരിൽ മുന്നിട്ട് നിൽക്കും. സൗന്ദര്യപ്രിയരും സൗന്ദര്യ ആരാധകരുമായിരിക്കും. ജലസംബന്ധമായ കാര്യങ്ങളിലും കലകളിലും താല്പര്യം കാണിക്കും. ഔഷധശാസ്ത്രത്തിൽ താല്പര്യം കാണും. പാലും പാലുൽപ്പന്നങ്ങളുമായും ബന്ധമുള്ള തൊഴിലിലും ഏർപ്പെടാം. യാത്രയിൽ വളരെ താല്പര്യം കാണിക്കും. ക്ലേശം സഹിക്കാനുള്ള കഴിവ് ഇവരിൽ കുറഞ്ഞിരിക്കും. സ്വന്തം വീട് വിട്ട് നിൽക്കാൻ ഇവർക്ക് ആഗ്രഹമില്ല. ഗൃഹാതുരത്വം ആദിയാവും. ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും സ്വാധീനം മിഥുനക്കൂറുകാരിൽ കാണും. ആകർഷകമായ ശരീരവും സത്യസന്ധമായ പ്രവൃത്തിയും വശ്യമായ സംഭാഷണവും മറ്റുള്ളവരെ ഇംഗിതമറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള കഴിവും ഇവരെ മറ്റുള്ളവർക്ക് പ്രിയമുള്ളവരാക്കി തീർക്കുന്നു. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ നക്ഷത്രമെന്നും പ്രസിദ്ധം. ഇവർ കാര്യങ്ങളെ ബുദ്ധിപൂർവം ഗ്രഹിച്ച് എല്ലാ വശവും ചിന്തിച്ച് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നവരാണ്. ഒരു കാര്യത്തിലും എടുത്തുചാട്ടം കാണിക്കുകയില്ല. വാക്ശക്തിയും വിചാരശക്തിയുമുള്ള ഇവരെ വാഗ്വാദത്തിൽ എതിർത്തു തോൽപ്പിക്കുക ബുദ്ധിമുട്ടാണ്. ഇവർ ധനപരമായി ഇടത്തരക്കാരായിരിക്കും. ധനാധിപനായ ചന്ദ്രൻ്റെ 12ലെ സ്ഥിതി ഒരു കാരണമാണ്. പുത്രാനുകൂല്യം കുറവായിരിക്കും. പല വിഷയങ്ങളും ഇവർ അറിവ് നേടുമെങ്കിലും ഒന്നിലും പൂർണ്ണത നേടാൻ ഇവർക്കാകില്ല. ആരോടും സ്ഥായിയായ സ്നേഹം കാണിക്കാറില്ല. പക്ഷെ ആരെയും പിണക്കുകയുമില്ല. മാതാവിനോട് വളരെ മമത കാണും. വിവാഹ ജീവിതത്തിൽ പൂർണ്ണത അനുഭവപ്പെടാറില്ല. ആധാരം, എഴുത്ത്, ഓഡിറ്റ്, ലേഖകൻ, അധ്യാപകം, നിയമം ഇവയിൽ ശോഭിക്കും. പുണർദ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പുണ്യകാര്യങ്ങളിൽ താല്പര്യവും അഹന്ത ഇല്ലാത്തവരും നല്ല സ്വഭാവവും ഗാർഹിക കാര്യങ്ങളിൽ താല്പര്യവും ഭർത്തൃസാമീപ്യത്തോടു കൂടിയുള്ളവരും ആയിരിക്കും. ആരോഗ്യം പൊതുവെ മെച്ചമായിരിക്കും. പക്ഷേ ആരോഗ്യത്തെപ്പറ്റി ആകുലപ്പെടുന്ന സ്വഭാവം ഉണ്ടാകും. ദിനചര്യകൾ പാലിക്കാനും ഔഷധങ്ങൾ യഥാസമയം കഴിക്കാനും പഥ്യം ആചരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കും. ബാല്യകാലം മെച്ചമായ ആരോഗ്യവും കുടുംബസുഖവും ഉണ്ടാകും. 10 വയസ്സ് മുതൽ 24 വയസ്സ് വരെ ഗുണദോഷ സമ്മിശ്ര ഫലമാണ്. ഈ കാലത്ത് ആരോഗ്യക്കുറവ്, മനക്ലേശം, ധനനഷ്ടം, യാത്രാക്ലേശം, അപകടങ്ങൾ തുടങ്ങിയവ ഉണ്ടാകും. 50-ന് ശേഷം സന്തുഷ്ടകരമായ ജീവിതം നയിക്കും. ഇതാണ് പുണർദ നക്ഷത്രക്കാരുടെ പൊതുവായ സ്വഭാവ ഗുണങ്ങൾ.